പ്രധാനപ്പെട്ട പരിപാടികളെന്ന് പറയുന്നത് ഒന്ന് ഒരു പ്രാർത്ഥനയുടെ പാഠശാലയായി ആളുകളെ പരിശീലിപ്പിക്കുന്ന ഒരു ശൈലിയാണ്. അപ്പോൾ ഇടവക തോറും മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകൾ രൂപീകരിക്കുക, കുടുംബങ്ങളിലെ പ്രാർത്ഥന കുറച്ചുകൂടി സജീവമാക്കുക, കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന പതിവ് ആരംഭിക്കുക. അതിനുവേണ്ടി പിതാവ് ഒരു പ്രത്യേക പുലരിപ്പറമ്പിൽ കർത്താവേ എന്നുള്ള പ്രാർത്ഥന തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ധാരാരമസ കലണ്ടറോടൊപ്പം എല്ലാ ഭവനങ്ങളും എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒരുമിച്ച് എഴുന്നേറ്റ് രാവിലെ പ്രാർത്ഥനയോടുകൂടി ജീവിതം ആരംഭിക്കുന്നു. അതൊരു നല്ലുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുന്നത്. അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകൾ ഇടവകൾ തോറും ഞായറാഴ്ചകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ഉണ്ടാക്കിയെടുക്കുക. മാർപ്പാപ്പ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു പുസ്തകത്തിൽ, ഞങ്ങളുടെ പിതാവ് എന്നുള്ള പുസ്തകത്തിൽ. ഇതാണ് ആ പുസ്തകം. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഈ ഒരു പുസ്തകം ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്നൊരു പുസ്തകം പാപ്പ ആദ്യമേ ജൂബിലിയുടെ ഒരുക്കത്തിന് വേണ്ടി തയ്യാറാക്കിയ പുസ്തകമാണ്. അതിനകത്ത് നല്ല നല്ല നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീടൊരു പുസ്തകം ജൂബിലിയുടെ പ്രധാനപ്പെട്ട സന്ദേശം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നുള്ള ഒരു പ്രബോധനമാണ് പാപ്പ നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് പ്രത്യാശയുടെ 10 അടയാളങ്ങളെക്കുറിച്ച് പാപ്പ വിശദീകരിക്കുന്നത്. മറ്റൊരു പുസ്തകം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ വ്യാഖ്യാനമാണ്. അതാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ ഓരോ മാസവും പഠന വിഷയമാക്കാൻ ജൂബിലി വർഷത്തിൽ ഓരോ മാസത്തെയും കുടുംബ കൂട്ടായ്മയുടെ പഠന വിഷയം ഈ പ്രാർത്ഥനയുടെ വിവിധ ഭാഗങ്ങളായി പറഞ്ഞിട്ടുണ്ട്. 10-12 ഭാഗങ്ങളായിട്ട് തിരിച്ച്. കഴിഞ്ഞ പ്രാവശ്യം പിതാവ് നൽകിയ വീഡിയോയിൽ മാക് ടി വിയുടെ വീഡിയോ പ്രസൻറ്റേഷനിൽ പിതാവ് 5 സ്റ്റെപ്പുകളെ കുറിച്ച് പറഞ്ഞു. ആക്ട്സ് എന്ന് പറഞ്ഞ 5 സ്റ്റെപ്പുകൾ അത് ജനങ്ങളെല്ലാം കണ്ടതാണ്. 10 അടയാളങ്ങളെ ഒന്ന് വിശദീകരിച്ചാൽ നമുക്ക് ഇടവകളിലെ ഓരോ സംഘടനകളാണ് 10 അടയാളങ്ങൾ നേതൃത്വം നൽകേണ്ടത്. അത് ഓരോ ആരാധനോത്സവത്തിലാണെങ്കിലും അത് മംഗളവാർത്ത കാലത്ത് തന്നെ എല്ലാ സംഘടനകളും അത് ആരംഭിച്ചെങ്കിലേ പിതാവ് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഈ വർഷത്തെ നമ്മുടെ പ്രധാന കർമ്മപദ്ധതി അതാണ്. അച്ഛനൊന്ന് ലളിതമായിട്ടൊന്ന് അത് ലളിതമായിട്ട് പറയാം. അത് 10 അടയാളങ്ങളാണ് പാപ്പ പ്രത്യാശയുടെ അടയാളങ്ങളായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിലൊന്നാമത്തേത് ലോക സമാധാനം, സഭയിലും സമൂഹത്തിലും സമാധാനം എന്നുള്ളതാണ്. അപ്പോൾ ലോക സമാധാനം എന്നുള്ളത് പ്രത്യാശയുടെ ഒരു അടയാളമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടാകണം. ഈ കാലത്താണ് നമ്മളത് ആരംഭിച്ചിരിക്കുന്നത്, മംഗളവാർത്താക്കാലം തുടങ്ങിയപ്പോൾ. അതിന് നമുക്ക് ചെയ്യാവുന്ന പ്രായോഗികമായ കർമ്മ പരിപാടികൾ കുടുംബങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനം. നമ്മുടെ ഇടവകയിലെ കുടുംബങ്ങൾ തമ്മിൽ നല്ല രമ്യതയിലും സ്നേഹത്തിലും കഴിയണം. ലോക സമാധാനത്തിന് വേണ്ടി കുടുംബങ്ങളിലും ഇടവകളിലും പ്രാർത്ഥന നടത്തണം. അനുരഞ്ജന സമിതികൾ രൂപീകരിക്കണം. പല ഇടവകളിൽ ഇപ്പോൾ അനുരഞ്ജന സമിതികളുണ്ട്. കാരണം ഒരു കുടുംബത്തിൻ്റെ വിഷയം ഉണ്ടായാൽ അത് വന്ന് പറയാൻ വേണ്ടി വികാരിയച്ഛൻ, അച്ഛൻ നേതൃത്വത്തിലുള്ളൊരു ടീം, അച്ഛൻ അത് കേൾക്കുന്നു, ആ ടീമുമായിട്ട് ഇടപെടുന്നു. അത് കഴിഞ്ഞ് അവരുമായി ഒരുമിച്ചിരിക്കുന്നു, സംസാരിക്കുന്നു, പ്രശ്നം പരിഹരിക്കുന്നു. ഒരു ഗ്രൂപ്പ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയുടെയും ചർച്ചയുടെയും വെളിച്ചത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നു. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഈ മംഗളവാർത്ത കാലം കഴിയുമ്പോൾ തീരണമെന്നല്ല നമ്മൾ പറയുന്നത്. ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കണം. ആരംഭിക്കുന്ന ഈ ഒരു പ്രോസസ്സും ഈ സമിതിയുടെയും പ്രവർത്തനം എല്ലാ കാലങ്ങളിലും എല്ലാ ദിവസങ്ങളും തുടർന്നുകൊണ്ടിരിക്കേണ്ട ഒരു പ്രക്രിയയായിട്ട് മാറണം. അതാണ് ഒന്നാമത്തെ. പാരീഷ് കൗൺസിലും കുടുംബ കൂട്ടായ്മകളാണ് അതിന് നേതൃത്വം നൽകേണ്ടത്. അപ്പം കുടുംബ കൂട്ടായ്മയിൽ നിന്നും പാരീഷ് കൗൺസിലിൽ നിന്നും വികാരിയച്ഛൻ ഒരു 10 പേരെ സെലക്ട് ചെയ്ത് ഈ ഒരു സമിതി രൂപീകരിച്ച് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. അപ്പം ഈ വർഷത്തെ നമ്മുടെ ധ്യാനങ്ങളെ ഈ ലക്ഷ്യം വെച്ച് ഭവന സന്ദർശനങ്ങളെ ഹോം മിഷനെ ഈ ഒരു അനുരഞ്ജനത്തിൻ്റെ ഒരു സന്ദേശം കൊടുക്കുന്നതായിരിക്കണം. ഓക്കെ. രണ്ടാമത് ദനഹാകാലമാണ്. ആ കാലത്തിൽ ജീവിക്കുന്നതിനുള്ള ആവേശം, അതാണ് പ്രത്യാശയുടെ മറ്റൊരു അടയാളം. അപ്പോൾ അതിൻ്റെ ഭാഗമായി നടത്തുന്ന കർമ്മ പദ്ധതികൾ കൂടുതൽ കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. അതിനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കണം. കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിൽ മാതാപിതാക്കൾക്ക് ട്രെയിനിങ് കൊടുക്കണം. ഈ കുട്ടികളുള്ള കുടുംബങ്ങളെ ഹോളി ഫാമിലി ഫ്രട്ടേണിറ്റിയിൽ ചേർത്ത് സാമ്പത്തിക സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. ജീവൻ്റെ സുവിശേഷം, ഭ്രൂണഹത്യ പോലെയൊക്കെയുള്ള മാരകമായ പാപങ്ങളിൽ നിന്നൊക്കെ മനുഷ്യൻ മാറി നിൽക്കണം. അപ്പോൾ ജീവന് വില കൊടുക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാകണം. ജീവൻ്റെ സുവിശേഷം, ഈ സന്ദേശം എത്തിച്ച് നമ്മൾ പരിപാടികൾ സംഘടിപ്പിക്കണം. അതൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. അത് ലീഡ് ചെയ്യേണ്ടത് മാതൃവേദി, പിതൃവേദി, പ്രോ ലൈഫ് സെല്ല്, ഇവരാണ് ലീഡ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാലം നോമ്പ് കാലമാണ്.
നോമ്പ് കാലത്തിൽ നമ്മൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് പ്രത്യാശ കൊടുക്കണമെന്നുള്ളതാണ് പാപ്പ പറയുന്നത്. അവിടെയാണ് നമ്മുടെ ഹോമുകൾ, ആ കെയർ ഹോംസിന് ബെനിഫാക്ടേഴ്സിനെ കണ്ടെത്തുക, ജയിൽ മിനിസ്ട്രി, ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾക്ക് ആത്മീയ സഹായം, നഷ്ടപ്പെട്ട ആളുകളെ തേടിപ്പോവുക, ഇടവക ധ്യാനം, എല്ലാ ഭവനങ്ങളിലും ദീപിക. ഇതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. വിൻസെൻ്റ് ഇപ്പോഴും മറ്റ് സംഘടനകളും ചേർന്നാണ്. നമ്മുടെ ഇടവകയിലെ എല്ലാ സംഘടനകളും ഈ ഒരു ഭവന സന്ദർശനം ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് ഒന്നിച്ച് നേതൃത്വം നൽകുക. അപ്പോൾ വിൻസെൻ്റ് ഇപ്പോളാണ് നേതൃത്വം കൊടുക്കേണ്ടത്. DFCയുടെ ഉത്തരവാദിത്വത്തിൽ ദീപികയുടെ പ്രചരണം കൂടുതൽ നടത്തുക. പിന്നെ നമ്മുടെ ഇടവകയിൽ ഇപ്പോൾ ആലുമുഖത്ത് ചെയ്യുന്ന, വളരെ വിരളമാണെങ്കിലും ആലുമുഖത്ത് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ, ആക്സിഡൻറ്റ് അതുമൂലം വേദന അനുഭവിക്കുന്ന ആളുകൾ, മാരകമായ രോഗങ്ങൾ, ഇതൊക്കെ ഒത്തിരി കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു ആശ്വാസമാകാനും പ്രത്യാശ കൊടുക്കാനും കർമ്മപദ്ധതികളോട് സാധിക്കണം. മാർപ്പാപ്പ പറയുന്നത് തന്നെയാണ് ഈ ഒരു ഭവന സന്ദർശനങ്ങൾ അങ്ങനെ ഒരു ആശ്വാസവും പ്രത്യാശയും നൽകുക എന്നാണ് മാർപ്പാപ്പ ഒരു ഊന്നൽ നൽകുന്നത്. അടുത്ത ഉയർപ്പ് കാലത്തെക്കുറിച്ച് മാധുര്യത്തെച്ച് സംസാരിക്കും. നമ്മുടെ മാർപ്പാപ്പ പ്രത്യേകമായിട്ട് പറയുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യാശ പോകുന്ന സമയമാണ് നമുക്ക് രോഗങ്ങൾ വരുന്നൊരു കാലം. ഇപ്പോൾ ഭവനങ്ങളിൽ രോഗികളായിരിക്കുന്നവർ, അല്ലെ ആശുപത്രികളിൽ, അല്ലെ ഭിന്നശേഷി അങ്ങനെയുള്ളവരെ, അപ്പം അങ്ങനെയുള്ളവരെ സന്ദർശിക്കുക, അവർക്ക് പ്രത്യാശ കൊടുക്കുക, പ്രത്യാശയുടെ അടയാളമായിട്ട് മാർപ്പാപ്പ പറയുന്നത്. അത് രോഗി സന്ദർശനം, അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കുക, പാലിയേറ്റീവ് കെയറുകൾ ആരംഭിക്കുക. പാലിയേറ്റീവ് കെയർ ഇപ്പോൾ മിക്കവാറും ഇടവുകളിൽ സജീവമാകുന്നുണ്ട്. ഇപ്പം നമ്മുടെ പല ഇടവുകളും നമുക്കറിയാൻ സാധിക്കും. വാഹനങ്ങളൊക്കെ ഉള്ളവരുണ്ട് സ്വന്തമായിട്ട്. അവരാഴ്ചയിൽ 1-2 ദിവസങ്ങൾ വോളണ്ടിയേഴ്സ് പോകുന്നു. റിട്ടയർ ചെയ്ത നേഴ്സുമാർ, ഡോക്ടർമാരൊക്കെ ഇതിനെ സഹായിക്കുന്നു. അത് വലിയൊരു കെയറിങ് മിനിസ്ട്രിയാണ്. അത് തറയിൽ പിതാവ് മെത്രാനായപ്പോഴേ പ്രഖ്യാപിച്ച ഒന്നാണ് പാലിയേറ്റീവ് കെയറുകൾ ആരംഭിക്കുക. എനിക്ക് കൂടുതൽ നമുക്കത് സജീവാക്കാനൊരു വർഷം കൂടാണിത്. അപ്പോൾ യുവജനങ്ങളെ അതിനകത്ത് കൂട്ടാം, സമയമുള്ള ബാക്കിയുള്ള മറ്റുള്ള സംഘടനകൾക്കും ചേരാം. അതെ, ഒത്തിരി നേഴ്സുമാരിപ്പം ഡോക്ടേഴ്സിന് റിട്ടയർ ചെയ്തവരുണ്ട്, അവരുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഇടവകളിൽ ആരോഗ്യകരമായ ജീവിതം പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ വീടുകളിൽ സൺഡേ ക്ലിനിക്കുകൾ നമ്മുടെ ഇടവകൾ, മിക്ക ഇടവകളുണ്ട്, ഇല്ലാത്ത ഇടവകൾ നമുക്ക് ആരംഭിക്കാം. ഈ പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോൾ ഇടവകളിൽ തന്നെ ഞായറാഴ്ചകളിൽ അങ്ങനെ ഒരു സൗജന്യമായിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം. പിന്നെ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചുള്ള ബോധനങ്ങൾ കൊടുക്കാം. അതിനെതിരെ എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും? അതിന് നമുക്ക് നമ്മുടെ എല്ലാ സംഘടനകളും, അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ ഹോസ്പിറ്റൽ മിനിസ്ട്രി, നമ്മുടെ ചെത്തിപ്പുഴ, സഹൃദയ, നമ്മുടെ ജൂബിലി പ്രധാന ആശുപത്രികളെല്ലാം തന്നെ ഇടവകളിൽ ചെന്ന് സേവനങ്ങൾ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുമൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. അടുത്ത സ്ലീഹാക്കാലത്തെക്കുറിച്ച് പറയാം. സ്ലീഹാക്കാലമാണ് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും സജീവമായിട്ട് കുട്ടികളുടെ അവധിയൊക്കെ തുടങ്ങുന്നൊരു സമയമാണ്. നമ്മുടെ വിശ്വാസോത്സവമൊക്കെ വരുന്നു. ആ സമയത്ത് കുട്ടികൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർക്ക് പ്രത്യാശയുടെ അടയാളം. അവിടെ മാർപ്പാപ്പയും പറയുന്നതാണ്, യുവജനങ്ങൾ, കുട്ടികൾ ഈ തൊഴിൽ മേഖലയിലെ ആശങ്ക അവരിൽ ഒത്തിരി ഉത്കണ്ഠ ജനിപ്പിക്കുന്നു. അപ്പം അതിന് പരിഹാരമായിട്ട് നമ്മൾ പറയുന്നവർക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് കരിയർ പ്ലാനുകൾ തയ്യാറാക്കാനായിട്ട് അവരെ സഹായിക്കുക. നമ്മുടെ എല്ലാ ഇടവകളിലും നമ്മൾ കുട്ടികൾക്കുള്ള ക്യാമ്പുകൾ, ധ്യാനങ്ങൾ, കുട്ടികൾക്കുള്ള, യുവജനങ്ങൾക്കുള്ള ക്യാമ്പുകളെ ക്രമീകരിക്കുക. അതുപോലെ തന്നെ പ്രത്യാശ ഉയരുന്ന ധ്യാനങ്ങൾ നമുക്ക് ഈ ഒരു ഏപ്രിൽ, അതുപോലെ തന്നെ വിശ്വാസോത്സവത്തോടനുബന്ധിച്ചും അവധിക്കാലത്ത് ക്രമീകരിക്കുക. അതോടൊപ്പം തന്നെ ബിസിനസ് സംരംഭക സാധ്യതകൾ കുട്ടികളെ പരിചയപ്പെടുത്താൻ നമ്മുടെ ഇടവകയിലൊക്കെയുള്ള നല്ല ബിസിനസ്സുകാർ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. അങ്ങനെ കുട്ടികളെ ഈ ഒരു ബിസിനസ് മേഖലകളിലേക്കും, വലിയൊരു ശുശ്രൂഷ മേഖലയാണ് ബിസിനസ് മേഖല, അതിനെ പരിപോഷിപ്പിക്കുക. അപ്പോൾ അതിന് നേതൃത്വം നൽകേണ്ടത് യുവദീപ്തി SMYM, അവർ യുവജനങ്ങൾക്കുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കണം. അതുപോലെ തന്നെ DCMS, അതുപോലെ സന്ദേശ നിലയം, മിഷൻ ലീഗ്, KCSL, ആത്മത, ഇതെല്ലാം ഒന്ന് ചേർന്ന് കുട്ടികൾക്കൊക്കെയുള്ള ഒരു കർമ്മ പദ്ധതി, കുട്ടികൾക്കുള്ള ധ്യാന ടീം രൂപീകരിച്ച്, ഇപ്പം കുട്ടികളുടെ ഇടയിലൊക്കെ വളർന്നു വരുന്ന ലഹരിയുടെ ഉപയോഗം, അങ്ങനെ അവരുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രോബ്ലം, മാനസികമായ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്,
പെട്ടെന്ന് അവർ ഡിപ്രഷൻ ഉണ്ടാകുന്നു, നിരാശപ്പെടുന്നു, പ്രത്യാശ നഷ്ടപ്പെടുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ ഒറ്റയ്ക്ക് കഴിയുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. നല്ല കൗൺസിലിംഗ് സെൻ്ററുകൾ അല്ലെങ്കിൽ കൗൺസിലിങ്ങിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. അങ്ങനെ കുട്ടികളെ കെയർ ചെയ്യുന്ന നല്ലൊരു മിനിസ്ട്രിക്കുള്ള സമയമാണ് ഈ സമയം. അപ്പോൾ അവർക്ക് പ്രത്യാശ കൊടുക്കാൻ സാധിക്കും. കുട്ടികളുടെ ഈ ഒരു സങ്കടങ്ങളുടെ പേരിൽ മാതാപിതാക്കൾ ദുഃഖിതരായിട്ട് കഴിയുന്നു. അപ്പോൾ അവരെയും കൂടി നമുക്ക് ഫാമിലി കൗൺസിലിങ്ങിനൊക്കെ വിധേയരാക്കണം. അവർക്കും പ്രത്യാശ കൊടുക്കുന്ന ഒരു മിനിസ്ട്രി നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. നേരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മേഖലയാണ്. യഥാകാലം നമ്മൾ പ്രവാസികളായവർക്ക് പ്രത്യാശയുടെ അടയാളം നൽകുക. ഒരുപക്ഷെ നമ്മുടെ അതിരൂപതയിലാണ് കേരള സഭയിൽ ആദ്യം ഈ പ്രവാസി അപ്പോസ്തലേറ്റ് ആരംഭിക്കുകയും വളരെ ഭംഗിയായിട്ടത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ വിദേശത്തുള്ള വ്യക്തികളുടെ ഓരോ ഇടവകയിലും മാസത്തിലൊന്ന് നമ്മുടെ വിദേശത്തുള്ള ആളുകൾക്ക് ഓൺലൈൻ കുടുംബ കൂട്ടായ്മകൾ നടത്തി അവരുമായിട്ടൊരു നിരന്തരമായൊരു ബന്ധം, വിദേശത്തുള്ളവർക്ക് ഒരു നാട് മിസ് ചെയ്യുന്ന ഒരു അനുഭവം അത് നൽകാതെ നമുക്കിങ്ങനെ അവരുമായിട്ട് നിരന്തരം നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയും. ഇടവകയുടെ ജൂബിലി വർഷ കർമ്മ പദ്ധതികളിൽ അവരെ നമുക്ക് പങ്കാരാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന അതിഥി തൊഴിലാളികളുണ്ട്, അവർക്ക് ഉള്ള ശുശ്രൂഷകളെ. അതുപോലെ തന്നെ വിദേശത്ത് പഠിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് അവിടെയുള്ള ഇതുപോലുള്ള നമ്മുടെ കൂട്ടായ്മകളുമായിട്ട് നിരന്തരം ഒരു ബന്ധം നൽകി വിടുക. പ്രവാസി അപ്പോസ്തലേറ്റാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഞാൻ തൃക്കൃത്താനം ഇടവകി ചെയ്ത 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ തിരുനാൾ ദിവസങ്ങളിൽ നമ്മുടെ പ്രധാനപ്പെട്ട തിരുനാൾ ദിവസം വരുമ്പം ഈ ഓൺലൈനിലൂടെ പ്രവാസികളുമായിട്ടുള്ള ഒരു സംഗമം, ഒരു സമ്മേളനം, ഭയങ്കരമായ ഒരു താല്പര്യമായിരുന്നു അവർക്കത്. അവർക്ക് തിരുനാൾ കൂടാൻ വരാൻ പറ്റുന്നില്ല. എന്നാൽ നമ്മുടെ പള്ളിയിൽ നിന്ന് മടന്നു പോയവരാണ് എല്ലാവരും. വോട്ടർ ബോയ്, മിഷൻ ലീഗ് ആയിരുന്നു, സൺഡേ സ്കൂളിൽ പഠിച്ചു, യുവദീപ്തിയിൽ പ്രവർത്തിച്ചു, സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു. എന്നിട്ട് പോയ ആളുകൾക്കൊക്കെ ഭയങ്കരമായ ഒരു അറ്റാച്ച്മെൻ്റാണ് പള്ളിയോട്. അപ്പോൾ അവർക്ക് ദൂരെ ആയിരിക്കുമ്പോൾ തിരുനാൾ സമയം വികാരിച്ചൻ അവരെ വിളിച്ച് സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു, അവർക്ക് വേണ്ടി ചെറിയ ടോക്കുകൾ കൊടുക്കുന്നു, ഇടവകയുടെ കർമ്മ പദ്ധതികൾ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ എവിടെയാണെങ്കിലും ഇടവകയായിട്ടുള്ളൊരു ബന്ധമുണ്ടാകും. അതെനിക്ക് നല്ലതായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം അവിടെ ചെയ്തത്, നമ്മളിപ്പം 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞ് വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളെല്ലാം വിളിച്ചു കൂട്ടും. അത് ചിലപ്പോൾ അവർ ഇന്ത്യയിലായിരിക്കും പഠിക്കാൻ പോകുന്നത്, ബാംഗ്ലൂരായിരിക്കും പഠിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കും. എന്നിട്ട് ഇവരുമായിട്ട് നമ്മുടെ ഇടയ്ക്കൊക്കെ മെസ്സേജുകൾ ഷെയർ ചെയ്യും. എവിടെയാണെങ്കിലും അവിടെ പള്ളിയുണ്ട്, അവിടെ വൈദികരുണ്ട്, സംവിധാനങ്ങളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ അവരോട് പറയും. അപ്പോൾ ഇവർ ഇടവകയിൽ നിന്ന് വിട്ടു പോയാലും ഇടവകയുടെ ഭാഗമായിട്ട് നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നു ആത്മീയമായിട്ട്. അത് നല്ല മിനിസ്ട്രിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര എളുപ്പമല്ല, പക്ഷേ അതൊക്കെ ചെയ്യാൻ പറ്റിയാൽ ഈ കുട്ടികളെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ഇടവകയായിട്ടുള്ള ബന്ധം കൂടുതൽ സജീവമാവുകയും ചെയ്യും. അത് തന്നെ. അവർക്കും നമ്മളോടും സഭയോടും ഇടവകയോടും ഒക്കെയുള്ള നല്ലൊരു അടുപ്പം നിലനിർത്താൻ സാധിക്കും. പല ഇടവകളിലും വിദേശത്തുള്ള യുവജനങ്ങളൊക്കെ ഒന്നിച്ചേർന്ന് തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നു. അങ്ങനെയുണ്ട്. അവർ നിരന്തരം ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അവർ ഉറപ്പ് വരുത്തുകയാണ്. നമുക്ക് ഈ വർഷം കൂടുതൽ പ്രോത്സാഹിപ്പിക്കാവുന്ന കാര്യമാണ്. അടുത്തത് നമുക്ക് ഏലിയാസ് ശ്ലീഹ മൂച്ചക്കാലത്ത് മുതിർന്ന പൗരന്മാർക്ക് പ്രത്യാശയുടെ അടയാളം. നമ്മുടെ ഇടവകളിലെല്ലാം സജീവമായിട്ടുള്ള എന്താണ് സീനിയർ സിറ്റിസൺ. ഇപ്പം പല ഇടവകളിലും സീനിയർ സിറ്റിസൺ ഫോറം വളരെ സജീവമാകുന്നുണ്ട്. നമ്മുടെ ഇടവകൾ എനിക്ക് തോന്നുന്നു 50-60% സീനിയർ സിറ്റിസണാണ്. അതെ, അവരെ നമുക്ക് ഇടവകയുടെ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അവരെ കൂടുതൽ കേൾക്കാനും അവർക്കുള്ള തീർത്ഥാടനങ്ങളെ, ഉല്ലാസയാത്രകളെ ക്രമീകരിക്കുക, ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതോടൊപ്പം നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ ഇടവകൾ ഏകസ്ഥരായിട്ടുള്ളവരുണ്ട്, ഏകസ്ഥരുടെ കൂട്ടായ്മകൾ നമുക്ക് രൂപീകരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഏലിയാസ് ശ്ലീഹ മൂച്ചക്കാലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആത്മീയ പരിപാടി നിർദ്ദേശിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 14 കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. അന്ന് നമ്മുടെ അതിരൂപതയിലെ എല്ലാ ഇടവകളിലും കുടുംബ കൂട്ടായ്മ വഴി ജൂബിലി പേടക പ്രയാണം നമുക്ക് സെപ്റ്റംബർ 14 ആരംഭിച്ച് നവംബർ 2 സഭാസമർപ്പണ തിരുനാൾ വരുന്നത്. അന്ന് സമാപിക്കത്തക്ക രീതിയിൽ അത് 24 മണിക്കൂർ ഒരു ഭവനത്തിലിരിക്കുന്ന രീതി. അപ്പോൾ നമ്മൾ ഇപ്പോഴേ നമ്മൾ ഡേറ്റ് അനൗൺസ് ചെയ്യുകയാണ്. അപ്പോൾ അന്ന് ഒരു പ്രെയർ ഡേ ആയിട്ട് എടുക്കത്തക്ക രീതിയിലൊക്കെ ലീവ് എടുത്തൊന്ന് പ്രാർത്ഥനയിലാവുക. അന്ന് രാവിലെ പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് കുമ്പസാരിച്ച്
ഒരു വലിയൊരു നവീകരണത്തിൻ്റെ ഒരു അനുഭവമാകും. ജൂബിലി വർഷം മാർപ്പാപ്പ പറയുന്നത് തീർത്ഥാടനവും കൂട്ടായ്മയുമാണ്. അപ്പോൾ കുടുംബങ്ങൾ ഒന്നിച്ചു കൂടുന്നു. പിന്നെ ഒരു കൂട്ടായ്മ അടുത്ത കൂട്ടായ്മയിലേക്ക് കൈമാറുമ്പോൾ ഒരു കൺവെൻഷനും അങ്ങനെ ഇടവകയെ കൂടുതലൊരു ചലനാത്മകമാക്കാം. ഒരിടവകയിൽ ഒരു പേടകമേ ഉള്ളൂ. നമുക്ക് ഒരിടവകയിൽ നമുക്ക് കിട്ടുന്ന ദിവസം ഒരു 45-50 ദിവസമായിരിക്കും കിട്ടുന്ന ഒരു ഇത്. അപ്പം കൂടുതൽ പേടകങ്ങൾ ഇടവകയിൽ ക്രമീകരിക്കേണ്ടതായിട്ട് വരും. ഇത് പിന്നെ എല്ലാ രൂപതയുടെ എല്ലാ ഇടവകളിലും പോകേണ്ടതാണ്. ഒരിടവകയിൽ ആ ഇടവകയിലെ കുടുംബ കൂട്ടായ്മകൾ അതാത് കുടുംബ ഒരു ഇടവകയിൽ അതാത് കുടുംബ കൂട്ടായ്മകളാണ് പോകേണ്ടത്. ഈ സമയത്തിനുള്ളിൽ നമ്മൾ പൂർത്തിയാക്കണം. അപ്പോൾ അതിന് ഇടവകയുടെ വലിപ്പം അനുസരിച്ച് ചിലപ്പോൾ 2-3 പേടകങ്ങൾ ചിലപ്പോൾ 5, 6, 10 ചെയ്യേണ്ടി വരും. ഒരു ദിവസം ഒരു വീട്ടിലിരിക്കണം. അപ്പോൾ ആ വീട്ടിലുള്ളവർ വന്ന് കുർബാനയെ സംബന്ധിക്കുക, സംസാരിക്കുക, കുർബാന സ്വീകരിക്കുക, അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക. അതുപോലെ ഒരു നിശ്ചിത സമയത്ത് കൂട്ടായ്മ വീടുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പതിവായിട്ട് ഇന്ന് ആ പേടക പ്രയാണം നല്ല കാര്യമാണ്. ആളുകളെയൊക്കെ കൂടുതലും ഒന്ന് വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് സഹായിക്കും. അതെ നമ്മൾ പണ്ട് നടത്തിയിരുന്ന നമ്മുടെ വചനജ്യോതി നമ്മൾ മഹാജൂബിലിയിൽ നടത്തിയതാണ്. അതുപോലെ തന്നെ ഈ ഒരു ജൂബിലിയിലും ആ മഹാജൂബിലിയുടെ ഓർമ്മയൊന്ന് പുതുക്കിക്കൊണ്ട് ഈ വർഷം നമ്മൾ ജൂബിലി പേടക പ്രയാണം അത് കുടുംബ കൂട്ടായ്മ ലീഡേഴ്സിന് നേതൃത്വം കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അതെ ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. മൂശക്കാലത്തെക്കുറിച്ച് പറയാം. മൂശക്കാലം പാവങ്ങൾക്കുള്ള പ്രത്യാശയുടെ അടയാളമാണ്. ഭവനമില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, കുടിവെള്ളമില്ലാത്തവർ എന്നിവർക്ക് ഉള്ള കരുതൽ മാർപ്പാപ്പ പ്രത്യേകമായിട്ട് ഊന്നൽ കൊടുക്കുന്ന ഒരു കരുതലിൻ്റെ ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ അത് മാർപ്പാപ്പ തന്നെ പറയുന്നത് നമ്മൾ ഈ ഒരു ജൂബിലിയുടെ ഒരു ഗിഫ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ അതിരൂപതയിൽ ഇപ്പോൾ നമ്മൾ ലാൻഡ് ബാങ്ക് തുടങ്ങിയിരിക്കുന്നു. അത് ഒത്തിരി ആൾ മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഭവനമില്ലാത്തവർക്ക് ഈ വർഷം പിതാവ് നിർദ്ദേശിക്കുന്ന ഒരിടവകയിൽ ഒരു ഭവനമെങ്കിലും നമുക്കൊരു ജൂബിലി ഭവനമായിട്ട് നിർമ്മിച്ചു കൊടുക്കാൻ. നമുക്ക് ക്രിസ്മസ് വരുന്നു. ക്രിസ്മസിന് ജൂബിലി സ്മാരക ഭവനങ്ങൾ നമ്മൾ ഈ ജൂബിലി ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസിൻ്റെ ജീവകാരുണ്യ നിധിയുമല്ല ഈ ഒരു ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. അത് കൂടുതലൊന്ന് കാര്യക്ഷമമാക്കുകയും അങ്ങനെ നമുക്ക് ഈ വർഷം ഈ ഭവനമില്ലാത്തവർക്കൊരു കരുതൽ, അതുപോലെ തൊഴിലില്ലാത്തവരെ, അസംഘടിത തൊഴിലാളികൾ എന്നിവരെ ചേർത്തുള്ള സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അത് നമുക്ക് ജീവകാരുണ്യ നിധി, ചാസ്, KLM അവരാണ് അതിന് നേതൃത്വം നൽകേണ്ടത്. ഞാൻ എൻ്റെ ഇടവക അനുഭവത്തിൽ പറയാനുള്ള ഒരു കാര്യം, സ്ഥലം ഉണ്ടെങ്കിൽ വീട് വെച്ച് കൊടുക്കാനായിട്ടുള്ള സംവിധാനം ഇടവകളിലെല്ലാം ഉണ്ട് മിക്കവാറും. ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്ഥലവും വേണം, വീടും വേണം. അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണ്. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയാണ് അഭിവന്ദ്യ തോമസ് തറയിൽ പിതാവ് പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പിന്നെ ലാൻഡ് ബാങ്ക്. അപ്പോൾ ഈ സ്ഥലം കൂടുതലുള്ള ആളുകൾ നമ്മുടെ ഇടവകയിലുണ്ട്. നമ്മുടെ വിശ്വാസികളായിട്ടുള്ള പലർക്കും ഉണ്ടത്. അപ്പോൾ അവർ കുറച്ച് സ്ഥലം ഈ ഒരു നിയോഗത്തിന് വേണ്ടി കൊടുത്താൽ ഈ വർഷം ചെയ്യുന്ന വലിയൊരു പുണ്യപ്രവൃത്തിയായിരിക്കും അത്. അപ്പോൾ പിതാവിൻ്റെ ഈ പദ്ധതിയോട് സഹകരിക്കാൻ നമുക്ക് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ചില സ്ഥലങ്ങളിൽ നിന്നും ഓൾറെഡി നമുക്ക് ഇതുപോലെ ഓഫറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ജൂബിലി തീരുന്നതിന് മുമ്പ് ഈ ലാൻഡ് ബാങ്കിൽ ആവശ്യത്തിന് ലാൻഡ് വന്നാൽ നമുക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ജൂബിലിയിൽ നമ്മുടെ മനസ്സിലേക്കുന്ന വചനം ഈശോയ്ക്ക് പറക്കാൻ സത്രത്തിൽ ഇടം കിട്ടിയില്ല. അതിനൊരു ഉത്തരം നൽകുകയാണ് നമ്മളിങ്ങനെ താമസിക്കാൻ ഇടം നൽകിക്കൊണ്ട്. ഈ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുടെ സങ്കടങ്ങൾ ഭയങ്കരമാണ്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് ഇവരിങ്ങനെ 9 മാസം അല്ലെങ്കിൽ 1 വർഷം ഒരിടത്ത് താമസിക്കുന്നു, പിന്നെ അതുമായിട്ട് മറ്റു സ്ഥലത്തേക്ക് പോകുന്നു. ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുള്ള കുടുംബങ്ങൾ ഒത്തിരിയുണ്ട്. ആ കുഞ്ഞുങ്ങൾക്കാണ് പല സ്കൂളിൽ പഠിക്കേണ്ടി വരുന്നു, പല സൺഡേ സ്കൂളിൽ ക്ലാസ് പഠിക്കേണ്ടി വരുന്നു. അപ്പോൾ ആകപ്പാടെയുള്ള ഒരു അസ്വസ്ഥത അവിടെ ഉണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റിയാൽ നല്ല കാര്യമായിരിക്കും. നമുക്ക് പള്ളിക്കുദാശ കാലത്ത് മാർപ്പാപ്പ നിർദ്ദേശിക്കുന്നത് സമ്പന്നരെ ചേർത്ത് പിടിച്ച് അവരുടെ ആ ഒരു ഔദാര്യം, പാപങ്ങളോട് ഔദാര്യമുള്ള പ്രത്യാശയുടെ അടയാളമാവുക. അപ്പോൾ നമ്മൾ പറയുന്നത് ഓരോ ഇടവകയിലും കുടുംബ കൂട്ടായ്മ അടിസ്ഥാനത്തിൽ ആളുകളുടെ അജപാലന ആവശ്യങ്ങൾ പഠിച്ച് ഒരു പദ്ധതി തയ്യാറാക്കണം.
അപ്പോൾ കുടുംബ കൂട്ടായ്മ വഴി നമ്മുടെ ഭവനങ്ങളുടെ പദ്ധതി തയ്യാറാക്കുമ്പം പദ്ധതി വന്നു കഴിയുമ്പോൾ തന്നെ ആളുകൾ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരും. അപ്പോൾ AKCC ആണ് അതിന് നേതൃത്വം നൽകുന്നത്. AKCCയും കുടുംബ കൂട്ടായ്മയും സഹകരിച്ച് കുടുംബ കൂട്ടായ്മ അടിസ്ഥാനത്തിൽ ഒരു അജപാലന പദ്ധതി തയ്യാറാക്കി നമുക്ക് ആളുകളെ സഹായിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ രൂപയിൽ ഒത്തിരി കാരുണ്യ ഭവനങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ട്. അവരെ സഹായിക്കാനായിട്ടുള്ള ഒരു ബെനഫാക്ടേഴ്സിനെ കണ്ടെത്തുക. അവർ അതിരൂപതയുടെ വിദ്യാഭ്യാസ കാരുണ്യ അജപാലന പദ്ധതികൾക്ക് ഏതാനും ബെനഫാക്ടേഴ്സിനെ കണ്ടെത്തുക. ഇടവക അംഗങ്ങളായ ബിസിനസ് കാർഷിക സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഒത്തിരി ആളുകൾ ബിസിനസ് മേഖലയിലുണ്ട്, അവരെ പിന്തുണയ്ക്കണം. നമുക്ക് ഇനി ഒരു ബിസിനസ് സ്ഥാപനം പോലും പൂട്ടിപ്പോകാൻ ഇടയാകരുത്. അപ്പോൾ നമ്മുടെ ഇടവകളിലുള്ള കൊച്ചു സംരംഭങ്ങളെ പൊതുസമൂഹം ഏറ്റെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒത്തിരി ഓൺലൈൻ ബിസിനസ്സുകൾ വരുന്നു. തീർച്ചയായും ചെറുകിട കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കൊക്കെ ഏറെയധികം പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഒരു ഷോപ്പിംഗ് കൾച്ചർ തന്നെ മാറുന്നു. നമ്മൾ വലിയ വലിയ മാളുകളിൽ പോയി ഷോപ്പിംഗ് നടത്തുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള കച്ചവടക്കാരന് അതുകൊണ്ട് കച്ചവടം നഷ്ടപ്പെടുന്നു. അപ്പോൾ അടുത്തുള്ളവനെ സഹായിക്കുന്ന ഒരു സംവിധാനം നമുക്ക് നല്ലതാണ്. അതെ. അതിൻ്റെ വലിയൊരു അപകടം ഏതാനും വ്യക്തികളിലേക്ക് വലിയ സമ്പത്ത് ഒന്നിച്ചു. വലിയ മാളുകളിൽ പോയി വാങ്ങുമ്പം ഏതാനും വ്യക്തികളിലേക്ക് സമ്പത്ത് മുഴുവൻ കുമിഞ്ഞുകൂടുകയാണ്. അതൊരു മറ്റൊന്ന് നമ്മളെ ആളുകളെ കണ്ട് വിശ്വാസത്തിലാണ് ഓരോരുത്തരും ചെറിയ കടകൾ നമ്മുടെ നാട്ടുപുറങ്ങളിൽ ആരംഭിക്കുന്നത്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രത്യാശയാണ്. അവർക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കൊടുക്കാൻ പറ്റുന്ന പിന്തുണയാണ് നമ്മൾ അങ്ങനെയുള്ള നാട്ട് കടകളിൽ സാധനം വാങ്ങുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. ജൂബിലി വർഷത്തിൽ നമ്മൾ കാണിക്കേണ്ട വലിയൊരു കാരുണ്യ പ്രവൃത്തിയാണ്. അതെ. അതുപോലെ ഈ ഞായറാഴ്ചകൾ നമുക്ക് നമ്മുടെ ആളുകൾ ജനങ്ങൾ പള്ളിയിൽ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ട് എക്സിബിറ്റ് ചെയ്യാനും അത് ആളുകൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാനും ഒക്കെ അവസരമുണ്ടായാൽ നല്ല കാര്യമാണ്. നമ്മുടെ സമൂഹം അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അടയാളമാണത്. ചാസ് ഒത്തിരി ചെയ്യുന്നുണ്ട് നാട്ടുചന്തകൾ. അത് കൂടുതലൊന്ന് ഈ വർഷം വ്യാപകമാക്കി ആൾക്കും ധൈര്യത്തോടെ കൃഷി ചെയ്യാം. അല്ലെങ്കിൽ മറ്റ് ചെറിയ ആട് വളർത്തൽ, കോഴി വളർത്തൽ, അങ്ങനെയുള്ള ബിസിനസ്സിലേക്ക് ഏർപ്പെടാം. അവർക്ക് മാർക്കറ്റ് കിട്ടും. അതെനിക്കൊന്ന് ഈ വർഷം നമ്മൾ ഒന്ന് ഉറപ്പാക്കുകയും സാധിച്ചാൽ ചെയ്യേണ്ട ഒരു വിഷയമാണ് അത്. അതുപോലെ തന്നെ ഒരു സമുദായ ശാക്തീകരണം, അതുപോലെ AKCC ആണ് നേതൃത്വം നൽകേണ്ടത്. അവസാനമായിട്ടുള്ളത് മംഗളവാർത്താ കാലത്ത് പരിസ്ഥിതി സംരക്ഷണമാണ്. ഇടവകളെയും സ്ഥാപനങ്ങളെയും നെറ്റ് സീറോ ആക്കുക, മാലിന്യ സംസ്കരണം, സോളാർ വൈദ്യുതി, മഴവെള്ള സംഭരണം, അത് ചാസാണ് നേതൃത്വം നൽകേണ്ടത്. അത് ഒരു മീറ്റിങ്ങിൽ എത്തിക്കടച്ചും പറഞ്ഞതുപോലെ അത് വർഷത്തിൻ്റെ അവസാനമാണ്. അതിപ്പോഴേ ആരംഭിച്ചെങ്കിലേ നമുക്ക് അന്നേരം പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. നല്ലൊരു പ്രോസസ്സാണ് ഇത്. പിന്നെ നെറ്റ് സീറോ ആക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഒരു ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കുക എന്നുള്ളതാണ്. പരിസ്ഥിതി സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക. അപ്പോൾ ആ ഒരു പരിപാലനത്തിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മുടെ പള്ളി ക്യാമ്പസിലും അതുപോലെ വീട്ടിൻ്റെ പരിസരത്തും എല്ലാം സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് വേസ്റ്റ് ഇടാനുള്ള ഒരു സംവിധാനങ്ങൾ, പിന്നെ നമ്മുടെ ജൈവ മാലിന്യങ്ങളും മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ എങ്ങനെ നമ്മൾ സംസ്കരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങളും സംവിധാനങ്ങളും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പദ്ധതികൾ ഇട്ടാൽ കുറേ പേർക്ക് അത് ഫോളോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി തറയിൽ പിതാവ് ഒരു മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു, നമ്മുടെ തോടുകളെ, പുഴകളെ മാലിന്യ വിമുക്തമാക്കുക, അത് പഞ്ചായത്തുകളുമായിട്ടും ഒക്കെ ചേർന്ന് അപ്പം അങ്ങനെ നമ്മുടെ പരിസരം സുന്ദരമാക്കുക, അതെല്ലാം നമുക്ക് ഈ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ കഴിയും. അപ്പം അങ്ങനെ പ്രത്യാശയുടെ 10 അടയാളങ്ങളാണ് ഈ വർഷം നമ്മുടെ അതിരൂപതയിൽ നമ്മൾ നടപ്പിലാക്കാൻ. നമ്മുടെ അതിരൂപതയിലെ വൈദികരും അൽമാരും ചേരുന്ന ഒരു കമ്മിറ്റി ശരിക്കും പഠിച്ച് സമഗ്രമായ ഒരു കർമ്മ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതെ. ഇതിനകത്ത് നമുക്കൊന്നും ഒഴിവാക്കിയിട്ടില്ല. എല്ലാം നമുക്ക് നടത്താൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റമായിരിക്കും ഈ ജൂബിലി വർഷം നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു രൂപതയും ചെയ്യാത്താകാം. 18 ഫൊറോനകളിലും വൈദികർ വിശദമായിട്ട് ഈ ജൂബിലി കർമ്മ പദ്ധതി ചർച്ച ചെയ്ത് പൂർണ്ണമാക്കിയ ഒരു കർമ്മ പദ്ധതിയാണ്. അതെ. വൈദികരുടെ നല്ല നേതൃത്വമുണ്ട്. അൽമാരി കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു.
അപ്പോൾ നമ്മുടെ ഇടവകയിലും സമൂഹത്തിലും വലിയ മാറ്റങ്ങൾ ഉളവാക്കുമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന അതിരൂപതാ സമിതിയിൽ യുവദീപ്തിയുടെ പ്രസിഡന്റ് പങ്കുവച്ചത് ഈ കർമ്മപദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ ഒരു 25 വർഷം മുന്നോയ്ക്ക് നമ്മുടെ സമൂഹത്തെ നമുക്ക് നയിക്കാൻ സാധിക്കുമെന്ന ഒരു വലിയ പ്രത്യാശയാണ് അവർ പങ്കുവച്ചത്.